ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓൾ സെയിൻസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി നിറവിൽ ഭാഗ്യമോടെ മലങ്കര മാർത്തോമ സുറിയാനി സഭയെ നയിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് കർത്തൃ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന സഭയിൽ സമൂഹത്തിൽ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തു വരുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് പോളച്ചൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സന്തോഷകരമായ ആ കാര്യം ആദ്യമേ പറയട്ടെ. നല്ല കേക്കായിരുന്നു. ഇവിടെ വികാരിച്ച് അനൗൺസ് ചെയ്തു കേക്ക് മുറിക്കുമെന്ന്. പിന്നെ ഒരു നീണ്ട നിശബ്ദതയായിരുന്നു. ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു, കേക്ക് കിട്ടിയിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന്. ഏതായാലും ദൈവാനുഗ്രഹത്തിന് സമയത്ത് തന്നെ കേക്ക് വന്നു. ഇനിയും ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗ്യമോടെ ഈ സഭയെ നയിക്കുന്ന മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി തൻ്റെ മഹിതാചാര്യ ശുശ്രൂഷയിൽ 5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇടവക സന്ദർശനം ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദിവസം പുലാത്തേനിൽ അരമനയിൽ പോകുന്നതിനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും തിരുമേനിയോടൊപ്പം സ്നേഹവിരുന്നിൽ സംബന്ധിക്കുന്നതിനുമൊക്കെ എനിക്കും ദൈവാനുഗ്രഹത്താൽ ഒരവസരമുണ്ടായി. അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷണത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ എ മാൻ with a difference, a priest with a certified commitment, a high priest with an unwavering faith in the Lord. മാറ്റമില്ലാത്തവനിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു മഹാപ്രധാനാചാര്യ ശുശ്രൂഷയിലാണ് അഭിനന്ദ തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നത്. അഭിനന്ദ തിരുമേനിയെ വർഷങ്ങളായി അടുത്തു നിന്നും അകലെ നിന്നും ഒക്കെ എനിക്കറിയാം. പള്ളിയിലിരുന്നു കൊണ്ട് കള്ളം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് സത്യമേ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം പള്ളിക്ക് പുറത്ത് കള്ളം പറയാമെന്നല്ല കേട്ടോ. എന്നെ അങ്ങനെ കോട്ട് ചെയ്യരുത്. ഞാൻ കരുതി ഈ തിരുമേനിയും വലിയ ഗൗരവക്കാരനും അങ്ങനെ വലിയ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാത്ത ആളുമാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തിരുമേനി ക്ഷമിക്കണം. തിരുമേനിയെ ഏറ്റവും സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിൻ്റെയും ഒരു കാരണം നമ്മുടെ കണ്ണുകൾ പോകാത്ത ഇടങ്ങളിലേക്ക് തിരുമേനിയുടെ കണ്ണുകൾ പതിക്കും. നമ്മുടെ മനസ്സ് പോകാത്ത ഇടങ്ങളിലേക്ക് തിരുമേനി നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകും. അത് തെരുവീഥികളിൽ അലയുന്ന മേൽവിലാസമില്ലാത്തവരുടെ കാര്യത്തിലാണെങ്കിലും, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന പദം ഇപ്പോഴും നമുക്ക് അപരിചിതവും നമ്മുടെ മനസ്സിലേക്ക് അധികം ഇടം പിടിക്കാത്തതുമായ കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു മേൽവിലാസം ഈ സമൂഹം കൊടുക്കാത്ത ആളുകളാണ്. അവരെയൊക്കെ തിരുമേനി തൻ്റെ മനസ്സിൽ
കർത്താവ് നൽകിയ നിയോഗത്തിൻ്റെ വലിയ കൃപയിൽ അവരെ കണ്ടെത്താറുണ്ട്. മറ്റ് മതങ്ങളോടുള്ള തിരുമേനിയുടെ സമീപനം കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷിതാവും നാഥനുമായവനെ കണ്ടെത്തി ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം അവരെ മാനിക്കുന്ന, ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു വലിയ സമീപനമുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ചില ദർശനങ്ങളാണ് തിരുമേനിയുടെ ഡോക്ടറൽ തീസിസിൻ്റെ വിഷയം എന്നെനിക്കറിയാം. നമ്മുടെ സഭാപിതാക്കന്മാരിൽ ആരെങ്കിലും അങ്ങനെ ഒരു സാഹസത്തിന് ഇതുവരെ മുതിർന്നിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടെ. തിരുമേനിയാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ക്രൈസ്തവ മേലധ്യക്ഷൻ ഡോക്ടറൽ തീസിസ് തയ്യാറാക്കുക. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഡോക്ടറേറ്റിനെ കുറിച്ച് പറയാൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനും ആ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ കഴിയുന്ന കർത്താവ് അതാണല്ലോ പറഞ്ഞത്, കർത്താവ് അതല്ലേ പഠിപ്പിച്ചത്. അഭിയന്ന തിരുമേനിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് 5 വർഷം പൂർത്തിയാക്കി സഭാ ശുശ്രൂഷയിൽ അനസ്യൂതമായി മുൻപോട്ട് പോകുമ്പോൾ ഓൾ സെയിൻസ് മാർത്തോമാ ഇടവകയുടെ ശതാബ്ദിയുടെ നിറവിന് വീണ്ടും മാറ്റുകൂടുകയാണ്. അഭിയന്യ പിതാവേ, ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും കേരളത്തിലെ കത്തോലിക്ക സഭയിലെ അധ്യക്ഷൻ എന്ന നിലയിൽ കേരള കത്തോലിക്ക സഭയുടെയും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും സന്തോഷപൂർവ്വം ഞാൻ നേരുകയാണ്. ഞാൻ ഈ പള്ളിയിലിരുന്നപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നി. നിങ്ങൾ വിചാരിക്കും എന്തോ അതിശയപ്പെടുത്തുന്ന കാര്യമെന്ന്. എന്നെ അതിശയപ്പെടുത്തിയ ദൈവമേ, ഇതാരിതിൻ്റെ മണ്ടയ്ക്ക് കയറി ഈ വാതിലിലൊക്കെ കുറ്റിയിടും? ഒരു നടയ്ക്ക് കയറുകയില്ല, ഏണി വേണ്ടി വരും. ഇതിൻ്റെ ആർക്കിടെക്ചർ വ്യത്യാസമുണ്ട്. നമ്മുടെ വീട് പണിയുന്ന പോലല്ലല്ലോ ഈ പള്ളി ഇരിക്കുന്നത്. ദേവാലയത്തിൻ്റെ വാസ്തുശില്പകലയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്തിനാണ് ഈ പ്രത്യേകത? ഈ പള്ളി മനോഹരമാണ്. വളരെ ആലോചനയിൽ പണി കഴിപ്പിച്ചതാണ്. എൻ്റെ മനോഹാരിതയിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ബട്ട് വാട്ട് ഈസ് ഇറ്റ് ഫോർ? എന്തിനാണ് ഈ പ്രത്യേകത? ഈ വലിയ വാതിൽ, വലിയ ജനൽ, ഇതിൽ ഒരു വാതിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞതൊരു 3 ജനൽ അടയ്ക്കാൻ കഴിയും. വലിയ വാതിലാണ്. ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ സെക്രട്ടറി തുടങ്ങിയ ദൈവവചനമുണ്ടല്ലോ, സങ്കീർത്തനം 100-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, യഹോവ നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കുമുള്ളതാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേത് അല്ല. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. നമ്മുടെ ദൈവം വ്യത്യസ്തനാണ്. മാനുഷിക ഭാവങ്ങളിൽ നിന്ന് അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അവിടുന്ന് സർവശക്തനാണ്. മനുഷ്യരെക്കുറിച്ച് നമ്മൾ ശക്തന്മാർ എന്നൊക്കെ പറയും, നമ്മൾ ഒരുമിച്ച് കൂടിയ ശക്തി പ്രകടനം എന്നൊക്കെ പറയും. സർവശക്തൻ എന്നുള്ളത് ദൈവത്തിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പദമാണ്. അവിടത്തേക്ക് മാത്രമേ ആ പദം ചേരുകയുള്ളൂ.
അപ്പം സർവശക്തനെ മനസ്സിലാക്കുന്നത് ചില അടയാളങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവാലയങ്ങളുടെ വാസ്തുശില്പകലയിൽ വ്യത്യാസമുള്ളത്. ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ആൻഡ് ഇറ്റ് ഈസ് ഓഫ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പ്രത്യേകതയുള്ള, വ്യത്യസ്തനായ, സമാനതകളില്ലാത്തവൻ്റെ കാര്യം പറയുന്നതിനാണ് സമാനതകളില്ലാത്ത വാസ്തുശില്പകല ദേവാലയത്തിന് കൈവന്നിരിക്കുന്നത്. ഇവിടെ ആര് വസിക്കുന്നു, ആര് നമ്മെ നയിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. നമുക്ക് ദൈവാലയത്തിനകത്തും ദൈവാലയത്തിൻ്റെ പുറത്തും ആരാധനയുണ്ട്. 100 വർഷം കൃപയുടെ വർഷമായി ഈ ഓൾ സെയിൻസ് ഇടവക ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദൈവാലയത്തിൽ നാം അനുഭവിക്കുന്ന കർത്താവിനെ ദൈവാലയത്തിൻ്റെ വാതിലുകൾ കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ കഴിയുന്നതാണ് ജൂബിലിയുടെ നിറവ്, ശതാബ്ദിയുടെ പൂർണ്ണത. അവൻ നല്ലവനാണ്. അവൻ്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. അവൻ്റെ കാരുണ്യം എന്നേക്കുമുള്ളതാണ്. ഇത് പറയാനാണ് ഈ ദേവാലയം. ഇത് ലോകത്തോട് പറയാനാണ് ഈ ദേവാലയത്തിലെ ഈ ഇടവക സമൂഹം. നമുക്ക് മറ്റെന്ത് പറയാൻ? ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പറയാൻ കമ്പങ്കോട് ഓൾ സെയിൻസ് ഇടവക ഇല്ലെങ്കിലും മറ്റാരെങ്കിലും പറയും. ഭൂമിക്കുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച്, കാലാവസ്ഥയുടെ വ്യത്യാസത്തെക്കുറിച്ച് പറയാൻ നമ്മളില്ലെങ്കിലും മറ്റാളുകൾ ഉണ്ടാകും. ക്രൂശിതനായ കർത്താവിനെക്കുറിച്ച്, ഉയർത്തെഴുന്നേറ്റവനായ നാഥനെക്കുറിച്ച്, അവൻ വീണ്ടും വരുമെന്നും നമ്മെ കൂടെ ഇരുത്തുമെന്നും പറയാൻ മേൽപ്പറഞ്ഞ ആളുകൾക്ക് സാധിച്ചു എന്ന് വരും. പക്ഷേ അവരുടെ ശുശ്രൂഷ, അവരുടെ നിയോഗം എന്നതിനപ്പുറത്ത് ഈ ദേവാലയത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് സാക്ഷ്യപ്പെടുത്തലാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം, വിശ്വാസ ജീവിതം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലമാണ്. നമ്മളൊരു സ്കൂൾ തുടങ്ങിയാലോ, നമ്മളൊരു സ്ഥാപനം ആരംഭിച്ചാലോ, ഒരു പൊതു ജനശുശ്രൂഷ തുടങ്ങിയാലോ ഒന്നും നമ്മളെ ആരും പെട്ടെന്ന് വന്ന് ആക്രമിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ നാഥനും രക്ഷിതാവുമെന്ന് 2 തവണ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് തുടങ്ങുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രയാസമില്ല. നിങ്ങൾ ശതാബ്ദിയുടെ നിറവിൽ ഓൾ സെയിൻസ് സ്കൂൾ എന്ന് പറഞ്ഞ കൊമ്പങ്കോട് ടൗണിൽ നല്ല ഒരു ഹോള് പണിതിട്ടാൽ ആരും അതിനെ എതിർക്കില്ല. ആരും ഒബ്ജക്ഷൻ പറയത്തില്ല. ബട്ട് ജീസസ് ഈസ് അവർ ലോർഡ്, വി ബിലീവ് ഇൻ ഹിം എന്ന് ഒരു ബോർഡ് വെച്ചാൽ നമുക്ക് താമസിക്കാതെ അതിൻ്റെ റെസ്പോൺസ് കിട്ടും. അടിസ്ഥാനപരമായ കാര്യം കർത്താവ് പറഞ്ഞത് നാം ചെയ്യുന്നുവോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സദ്വാർത്തയെ അറിയിക്കണം. ജോയ് ടു ദ വേൾഡ്. ലോകത്തിന് സന്തോഷം തരുന്ന ഒരു കാര്യം, ദൈവം മനുഷ്യനെ മനുഷ്യരൂപത്തിൽ സന്ദർശിച്ചിരിക്കുന്നു. ഈസ് ട്രൂലി സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മാൻ. ഇത് പറയാനാണ് 100 വർഷം അഭിഷേകത്തിൻ്റെ നിറവിൽ ഈ ഇടവകയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഇവിടെ ഇടവകയിൽ നിന്ന് 10 വൈദികർ, 9 വൈദികർ, നിസ്സാരമായ കാര്യമല്ല. 100ൻ്റെ നിറവിൽ മറ്റ് ഇടവകളോടും പറയുവാൻ കഴിയുന്ന, സുവിശേഷ വേലയ്ക്ക് നിയോഗിക്കപ്പെടുന്ന
സുവിശേഷ വേല എന്നത് ഞാൻ പഠിച്ചത് മാർത്തോമാ സഭയുടെ മക്കളിൽ നിന്നാണ്. ആ വാക്ക് തന്നെ ഒരു കുറവായി ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല, കാണുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള മാർത്തോമാ സഭാ വിശ്വാസികൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, അഭിനന്ദ പിതാവേ, തിരുവല്ല മൈനസ് സെമിനാരി പഠിക്കുമ്പോൾ SC പള്ളിയിലേക്കൊക്കെ ഒരു കറുത്ത ബയൻഡിട്ട പുസ്തകം പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ കറുത്ത ബയൻഡിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നു. ഇവിടെ കറുത്ത കളറില്ലെന്ന് തോന്നുക. എന്താണത്? സത്യവേദപുസ്തകം എന്ന് എഴുതിയ വേദപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും. അതിശയമായി പറയുകയല്ല, സഭാധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ പറയുക, വേദപുസ്തകം എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ ഞാൻ ആദ്യം കണ്ടത് മർത്തോമക്കാരിലാണ്. എൻ്റെ ഇടവക്കാരൊക്കെ ഇവിടെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ജനലിൻ്റെ കമ്പിയെ പിടിച്ചുകൊണ്ട് നിന്നോണം, താഴെ പോകാതെ. പോൾസാറൊക്കെ വന്നിട്ടുണ്ട്. ദൈവവചനത്തോടുള്ള ഒരു ആത്മബന്ധമാണ് ഈ സഭയെ ദേശത്തിൻ്റെ മുഖ്യധാരയിൽ മനോഹരമായ ഒരു കൂട്ടായ്മയായി നിലനിർത്തിയത്. കേരള സമൂഹം, ഭാരത സമൂഹം ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ശബ്ദമാണ് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷന്മാരുടേത്. മെത്രാപ്പൊലീത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന, അതിനെ സ്വീകരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ക്രൈസ്തവർ മാത്രമല്ല, ഇറ്റ് ഇസ് എ വോയിസ് ഓഫ് ഡെമോക്രസി, ഇറ്റ് ഇസ് എ മോറൽ സർട്ടിറ്റ്യൂഡ്. ധാർമ്മികതയുടെ സ്ഥിരീകരിക്കപ്പെട്ട വാക്ക് പറയാൻ ഈ സഭയുടെ പരമാധ്യക്ഷന് ഈ പൊതുസമൂഹത്തോടെന്തെങ്കിലും പങ്കുവയ്ക്കാൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ആ പുസ്തകം ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കതേക്കുറിച്ചൊക്കെ വ്യത്യസ്തമായി വിശദീകരണവും അഭിപ്രായമൊക്കെ ഉണ്ടാകുമെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മാരാമൺ കൺവെൻഷൻ മണപ്പുറത്ത് ഈ പുസ്തകത്തിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്ന സമൂഹം ഒരുമിച്ച് കൂടിയത്. അനേകം അനുഭവങ്ങളിലൂടെ കടന്നുപോയി രൂപപ്പെട്ട ഒരു സഭയാണിത്. പുലാത്തേനിലെ ചെറിയ സിംഹാസനം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ ചരിത്രം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇത് ചെറുതായിപ്പോയത്? ചെറുതായിപ്പോയതിൻ്റെ കഥയും എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു തിരുമേനിയും. ഹോസ്റ്റലിലെ കുട്ടികൾ ഒരു തിരുമേനിയെ ബ്ലാക്ക് ബോർഡ് വെച്ച് മറച്ചു പിടിച്ച് സംരക്ഷിച്ചതും എനിക്കറിയാം. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയിൽ. മാർത്തോമാ സഭയുടെ ഈ പൂർവകാല ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിന് നിങ്ങൾ മടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കുണ്ടായൊരു മാനസിക വിഷമത്തിൻ്റെ ഒരു വിരോധം കുത്തിവയ്ക്കുക എന്നല്ല. നമ്മുടെ ഈ സഭയിലെ ഒരു വൈദികൻ ലോകത്തിലെ മനസ്സുകൾക്ക് ഒരാശ്വാസമായി പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, സാജനച്ചനാണോ ആരാത്? ശാരീരികമായ തൻ്റെ ബുദ്ധിമുട്ടുകളുടെ മധ്യേ പറഞ്ഞതാണ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഒരു സഭയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. വിശ്വാസം കൊണ്ടാണ്, വേദപുസ്തകം ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്, പൂർവ്വപിതാക്കന്മാർ നൽകിയ വഴിയിലൂടെ സധൈര്യം മുന്നോട്ട് പോയത് കൊണ്ടാണ്. മറ്റെല്ലാവരും ഭയപ്പെട്ടിരുന്നപ്പോൾ ആര് പറയും, എങ്ങനെ പറയും, പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കരുതിയപ്പോൾ പുലാത്തേനിലെ
ഒരു ചെറു രൂപം, ഒരു വലിയ ശബ്ദം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പറഞ്ഞത് മുതിർന്നവർക്ക് ഓർമ്മയുണ്ടല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് ഒരു അടിയന്തര സന്ദേശം അയച്ചത് മാർത്തോമ്മ സഭയുടെ പരമാധ്യക്ഷനാണ്. മറ്റൊന്നുമല്ല, ദിസ് ഈസ് ഇൻജസ്റ്റിസ്, ഇത് അനീതിയാണ്. നമ്മൾ പുലർത്തുന്ന ഡെമോക്രസിക്ക് വിരുദ്ധമാണ്. ഇത് പിൻവലിക്കണം, ജനദ്രോഹമാണ്. മാർത്തോമ്മ സഭയുടെ ആ ചെറിയ കസേരയിലിരുന്ന് സ്ഥാനാഭിഷേകം പ്രാപിച്ച ആ വലിയ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞതാണ് ഒരു ക്രിസ്തീയ ശബ്ദം. നിസ്സാരമല്ല. നമ്മൾ 100 ആഘോഷിക്കുമ്പോൾ 200 നിറവിലേക്ക് കണ്ണു പായിക്കണം. നമ്മുടെ വാതിലുകൾ വലുതാണ്, ജനാലകൾ വലുതാണ്, നമ്മുടെ ദൈവരാജ്യവും വലുതാണ്. ഒരു കാരണവശാലും നമ്മൾ സങ്കുചിതമായ ഒരു കൂട്ടായ്മ എന്ന നിലയിലേക്ക് അധപ്പതിച്ചു പോകുവാൻ നാം അനുവദിക്കരുത്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് നിയോഗമുണ്ട്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ സഭയുണ്ട്. ദൈവാലയത്തിൻ്റെ പുറത്ത് പൊതുസമൂഹത്തിൽ ദൈവരാജ്യം നിറഞ്ഞു നിൽക്കണം. കർത്താവ് രണ്ടിനെയും ഒന്നുപോലെ ചേർത്തതാണ്. നാം ഇന്ന് ദൈവരാജ്യത്തെ സൗകര്യപൂർവ്വം വിസ്മരിച്ച് സമുദായം എന്ന വികാരത്തിൽ മാത്രം പറയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രേക്ഷിത സ്വഭാവമെടുക്കാൻ മറ്റാരാണ്? നമുക്ക് സാധിക്കണം. കഷ്ടങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, മരണം സംഭവിക്കാം. പക്ഷേ നിത്യജീവൻ തരാൻ കഴിയുന്നവൻ ഒരുവൻ അവൻ കൂടെയുള്ളപ്പം, ഇഫ് ഗാഡ് ഈസ് വിത്ത് us, who can be against us? ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അഭിമന്യ പിതാവ് പറഞ്ഞല്ലോ. ഗാസയിലെ കുഞ്ഞുങ്ങൾക്കും ആത്മാവുണ്ടല്ലോ, ഇല്ലേ? ഒരു ദേശത്തിൻ്റെ പേര് പറഞ്ഞല്ലോ അവരുടെ ആത്മാവിനെ അറിയുന്നത്. ദൈവമക്കളാണ്. ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ നൽകിയിരിക്കുന്ന നിയോഗം ഓരോ കാലത്തും ശക്തമായ രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ഈ ഓൾ സെയിൻസ് ഇടവകയുടെ ശതാബ്ദിയുടെ നിറവിൽ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടൊപ്പം വേദി പങ്കിടുന്നതിനും തിരുമേനിക്ക് കൊടുത്ത അതേ കേക്ക് തന്നെ എനിക്കും തരുന്നതിനും തിരുമേനിയെ പൊന്നാട അണിയിച്ചു, എന്നെയും അതുപോലൊരു പുതപ്പ് അണിയിച്ചു. തിരുമേനി ഈ ഇടവക, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ഈ ഇടവകയിലെ മുതിർന്ന മാതാപിതാക്കൾ, ഇടവകയുടെ അനുഗ്രഹീതരായ മക്കളായ വൈദികർ, ഈ ഇടവകയിലേക്ക് വന്നിട്ടുള്ള മരുമക്കൾ എന്നൊന്നും പറയാൻ പാടില്ല അല്ലേ, പുതുതായി വന്ന മക്കൾ, അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. മരുമക്കളൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ ഇടവകയിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു കൊച്ച് പള്ളിയുണ്ട്, അതിനെയും കൂടി സംരക്ഷിച്ചോണം. അവിടുത്തെ വികാരിയാണ് ഈ അരീക്കലച്ഛൻ. എല്ലാ ഞായറാഴ്ചയും അച്ഛൻ ആ പള്ളി വരുന്നില്ലെങ്കിൽ നിങ്ങളെങ്കിലും വിവരം എന്നെ അറിയിക്കണം. അച്ഛൻ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടില്ലേ പറഞ്ഞു വിടാവൂ. നമ്മുടെ 2 ഇടവകളും സ്നേഹത്തിൽ മുൻപോട്ട് പോകുന്നത് എനിക്ക് വലിയ അഭിമാനമാണ്. 2 പേരും കർത്താവിനെയാണ് ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സ്നേഹമാണ് നിങ്ങൾ നൽകുന്ന. ഞാൻ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ സമയത്ത് അനേക തവണ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ അനേകർ അവിടെ വന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, നല്ല മനസ്സോടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ കുദാശയ്ക്ക് വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയും നിങ്ങൾ സ്നേഹത്തോടെ പരിഗണിക്കുന്ന ആ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. എളിയവനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ ശുശ്രൂഷകൾക്കും ഞങ്ങളുടെ കൊച്ചു സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.
22-ാം തീയതി ഞങ്ങൾക്ക് 2 പുതിയ തിരുമേനിമാരെ മെത്രാഭിഷേകമാണ്. പട്ടത്ത് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് അഭിയന്യ മെത്രാപ്പൊലീത്ത തിരുമേനി വരാമെന്ന് വളരെ ഔദാര്യത്തോടെ സമ്മതിച്ചിട്ടുണ്ട്. മാർത്തോമാ സഭയുമായിട്ടുള്ള ഒരു ബന്ധം, അത് അഭിമാനത്തോടെയാണ് ഞങ്ങളെപ്പോഴും കരുതുന്നത്. അഭിയന്യ പിതാക്കന്മാരുടെ ഞങ്ങളുടെ ഇടയിലുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ബലമാണ്. കാരണം നാം എല്ലാവരും മാർത്തോമാ ശ്ലീഹായുടെ അനുഗ്രഹീതമായ ആ വലിയ ശുശ്രൂഷയിൽ തിരുസഭയിൽ പ്രവേശിച്ചവരാണ്. ഈ ഇടവകയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എന്നെയും ഞാൻ ഒത്തിരി ആലോചിച്ച് നോക്കി. കമ്പങ്കോട് ഈ ഓൾ സെയിൻസ് പള്ളിയുടെ ശതാബ്ദിയിൽ എന്നെ വിളിച്ചതിന് കാരണമെന്താ? ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയേനെ. നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകം നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗായക സംഘം നിങ്ങൾ മനോഹരമായി പാടി എന്നൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ അവഹേളിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ വന്നു അതുപോലെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നിങ്ങൾ ഗാനരൂപത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. ഇതിന് മാറ്റം വരുത്തരുത്. നിങ്ങളുടെ നാവിൻ്റെ മനോഹരമായ സ്തുതിപ്പ് യന്ത്രങ്ങൾ അപഹരിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥന ഗദ്യമായും പദ്യമായും ഉണ്ട്. അത് രണ്ടിലും നിങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമായി. നല്ല അർത്ഥവത്തായ വാക്കുകൾ എഴുതിയ ഒരു സ്തോത്രഗീതം പോലെ ഇവിടെ ആലപിച്ചതും ഞാൻ സന്തോഷത്തോടു കൂടി കാണുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.